എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ പിക്കിളാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഏറ്റവും നല്ല കോമ്പിനേഷൻ ചോറാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 700 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. എരിവൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്ന കാരണമാണ് ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് ഒക്കെ വെക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നിങ്ങൾക്ക് നല്ലെണ്ണ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ ചിക്കൻ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഞാനിത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടല്ല ഫ്രൈ ചെയ്തെടുക്കണത്. ഇത് തിരിച്ചു മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കുറെ ഓയിൽ ഒഴിച്ചിട്ടാണ് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അത്. ഇപ്പൊ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി പിക്കിൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് ആയ കാരണം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇത് നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഈ കാശ്മീരി മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട്. കാരണം ഇത് വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കാശ്മീരി മുളക് പൊടിക്ക് ഇത്ര എരിവുണ്ടായിരിക്കില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ഗരം മസാലയാണ്. ഗരം മസാല തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഉലുവയുടെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ നല്ല കയ്പായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. കായത്തിന്റെ പൊടി ചേർക്കുമ്പോഴും ശ്രദ്ധിച്ച് ചേർക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ അതും കയ്പ് തന്നെയായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വിനിഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ വിനിഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ചാർ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. നല്ല കയ്പായിരിക്കും. ഇതിന് മാറ്റി വയ്ക്കാം. ഒരു കടായി എടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഓയിൽ ആവുമ്പോൾ ചിക്കന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഇതിലുണ്ടായിരിക്കും.
ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി മുഴുവനോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് വലിയ വെളുത്തുള്ളി അല്ല, വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പിന്നെ അച്ചാറില് വെളുത്തുള്ളിയൊക്കെ മുഴുവനോട് കൂടി ചേർക്കാൻ തന്നെ ഇഷ്ടം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് 1/4 കപ്പ് ചോപ്പ് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 5-6 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അച്ചാറ് കേടാവാൻ സാധ്യതയുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ എള്ളെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ഒരു പ്രത്യേക ഒരു മണ്ണാണ്. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും കൂടി അത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിത് ഇതുപോലെ വിനിഗറിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ ഇതിന്റെ പച്ചമണെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോ ചേർത്ത 1.5 കപ്പ് വെള്ളം ഒരു 1/4 കപ്പ് വെള്ളമാവണ വരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പൊ ഇത് പകുതിയായിട്ട് വറ്റി വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിന്റെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് തണുക്കുമ്പോ ഒന്നും കൂടി തിക്കായിട്ട് വന്നോളും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും 2-3 ദിവസം കഴിയുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരിക. ഇത് നമുക്ക് ഇപ്പൊ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഒരു 3-4 ദിവസത്തിന് ശേഷം ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വരിക. ഞാനൊരു പീസ് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പുളിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഉള്ളിലേക്ക്. 2-3 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അത് പിടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുകൂടാതെ നിമിഷാസ് കിച്ചൺ എന്ന ഫേസ്ബുക്ക് പേജ് കൂടി ലൈക്ക് ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ